ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു മാസത്തിന് ശേഷമുള്ള നമ്മുടെ പേൾ ഗ്രാസ് പുൽത്തകടിയുടെ അപ്ഡേറ്റിനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അന്ന് ചെയ്ത പേൾ ഗ്രാസ് തിക്ക് പാക്കായിട്ട് നമ്മൾ വെച്ച പേൾ ഗ്രാസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള കേടോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തണലുള്ള സ്ഥലങ്ങളിൽ സ്വല്പം മുകളിലേക്ക് ഒന്ന് പൊന്തി വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ കുറച്ച് തണലുള്ള ഏരിയയാണ്, മുകളിലേക്ക് പൊന്തി വരുന്നു. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു പച്ചപ്പോട് കൂടി തന്നെ സംഭവം വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ലൂസ് പാക്ക് ചെയ്ത് വെച്ച സ്ഥലം ഇപ്പുറത്ത് വെച്ചിരുന്നു. ലൂസ് പാക്ക് ചെയ്ത് വെച്ചാലത്തെ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അത് ഇനിയൊരു 1-2 മാസം കൂടെ എടുക്കും അതൊന്ന് കവർ ചെയ്ത് വരാൻ. അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഓരോ സ്ക്വയർ ഫീറ്റിൻ്റെ കട്ട് പീസുകളായിട്ടും അല്ലെങ്കിൽ ഹാഫ് സ്ക്വയർ ഫീറ്റിൻ്റെ കട്ട് പീസുകളൊക്കെ ആയിട്ട് പെട്ടെന്ന് വെക്കുക ചെയ്തത്. നമുക്കൊരു സമയക്കുറവുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഫുള്ള് പിച്ചി എടുത്ത് പരത്തി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കവറേജ് കിട്ടുമായിരുന്നു നമുക്ക്. പക്ഷേ അന്നേരം ഒരു സമയക്കുറവ് വന്നു. അപ്പോൾ പെട്ടെന്ന് അത് നമ്മൾ തീർക്കാൻ വേണ്ടി അത് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ലാണ്ട് സൈഡിലേക്ക് ഇങ്ങനെ റണ്ണേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വന്ന് ഈ ഏരിയ മുഴുവൻ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ കുറച്ച് സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ സ്പ്രെഡ് ചെയ്ത് വെച്ച സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് കൈകൊണ്ട് പിച്ചി എടുത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചത്. ഇത് കുറച്ച് പണി കൂടുതലാണ്, സമയം കുറച്ച് പോകുമെങ്കിലും ഇത് വളരെ ഭംഗിയായിട്ട് വന്ന് കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ സമയക്കുറവ് മൂലം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അന്ന് അവിടെ ചെയ്തതാണ്. പക്ഷേ ഇത് വളരെ കുഴപ്പമില്ലാതെ പെട്ടെന്ന് കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഈ തണലുള്ള ഭാഗങ്ങളിൽ കുറച്ചൊരു വളർച്ച കുറവുണ്ട്. അത് എന്ത് പറഞ്ഞാലും പേൾ ഗ്രാസ് തണലിൽ വളരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെയിലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഭംഗിയായിട്ട് വളരുന്നത്. എല്ലാ ചെടികൾക്കും വെയിൽ വേണം, പേൾ ഗ്രാസ് ഒരു എക്സെപ്ഷനൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പേൾ ഗ്രാസ് പുൽത്തകിടിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് ക്യാമറാമാൻ ട്യൂഷന് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇതെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓഫ് പേൾ ഗ്രാസ് പുൽത്തകിടി. താങ്ക് യു.